ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു കുഞ്ഞു ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. നമ്മളുടെയൊക്കെ ഇമേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ മാറ്റാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു കുഞ്ഞു വീഡിയോ. നമുക്ക് നേരെ പിക്സാർട്ട് ഓപ്പൺ ചെയ്യാം. പിക്സാർട്ടിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നേരെ പിക്സാർട്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ഏത് ഇമേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആണോ മാറ്റേണ്ടത് ആ ഇമേജ് സെലക്ട് ചെയ്യുക. ഓക്കെ, നമ്മളിവിടെ ഒരു ഇമേജ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നേരെ നമുക്ക് കട്ട് ടൂൾ എടുക്കുക. എന്നിട്ട് നേരെ നമ്മൾ കട്ടിനകത്ത് ഫേസ്, ഹെയർ, ഹെഡ്, ബാക്ക്ഗ്രൗണ്ട്, പേഴ്സൺ ഒക്കെ ഉണ്ട്. നമ്മൾ നേരെ പേഴ്സൺ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്കുള്ള ഒബ്ജക്റ്റിനെ നമ്മൾ ഫുള്ളായിട്ട് നമുക്കത് ഒന്ന് മാസ്ക് ചെയ്ത് കിട്ടും. ഓക്കെ, നമുക്കിനി ബാക്കിയുള്ള ഭാഗങ്ങൾ കൂടി നമുക്ക് ഈ ബ്രഷ് ടൂൾ എടുത്തിട്ട് മാസ്ക് ചെയ്തെടുക്കാം. നമ്മൾ ജസ്റ്റ് വരച്ചാൽ മതിയാവും. അപ്പം നമ്മൾ ഈ ഇമേജിൻ്റെയൊക്കെ എഡ്ജ് നല്ല രീതിയിൽ എഡ്ജ് വരച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഇമേജ് നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ മാക്സിമം സൂം ചെയ്യുക. സൂം ചെയ്തതിന് ശേഷം നമ്മൾ പതുക്കെ സമയം എടുത്തിട്ട് നമ്മളുടെ ഇതിൻ്റെ എഡ്ജൊക്കെ നൈസായിട്ട് നമ്മൾ വരച്ചു കൊടുക്കുക. ഓക്കെ, നമ്മൾ നൈസായിട്ട് ഇതിൻ്റെ എഡ്ജ് കറക്റ്റായിട്ട് നമ്മൾ വരച്ചു കൊടുക്കണം. ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും സ്ക്രബ് ചെയ്യാം. അതുകൊണ്ട് ഈ ഭാഗം നമ്മൾ നല്ല സൂക്ഷ്മതയോടുകൂടി സമയം എടുത്തുകൊണ്ട് മാത്രം നമ്മൾ വരച്ചെടുക്കാം. ഓക്കെ, ഞാൻ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ കൂടി ഒന്ന് വരയ്ക്കുകയാണ്. ഓക്കെ ഗൈസ്, നമ്മൾ എല്ലാ ഭാഗങ്ങളും ഞാൻ വളരെ വ്യക്തമായിട്ട് വരച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിങ്ങനെ പുറത്തോട്ടൊക്കെ പോവുകയാണെങ്കിൽ നമുക്കിവിടെ ഇറേസർ ടൂളുണ്ട്. ഇറേസർ എടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഇത് മായ്ച്ചു കൊടുക്കാം. അപ്പോൾ അത് പഴയ ഒരു മാസ്ക് റിമൂവ് ആവുന്ന പഴയ ഒരു പൊസിഷനിലോട്ട് വരും. ഓക്കെ, അതിനുശേഷം നമ്മൾ ബ്രഷ് ടൂൾ എടുത്തിട്ട് നമ്മൾ വീണ്ടും നമ്മൾ എഡ്ജ് സൈഡൊക്കെ നമ്മൾ മാക്സിമം നമ്മൾ സൂം ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ വളരെ സൂക്ഷിച്ച് മാത്രം വരച്ചു കൊടുക്കുക. ഇല്ലെങ്കിൽ നമ്മൾ അവിടെ ഓക്കെ, നമ്മൾ വെച്ചതിന് ശേഷം ഇനിയിപ്പോൾ നമ്മൾ സൈഡിൽ ഇറേസർ ടൂൾ ഉണ്ട്. ഇറേസർ ടൂൾ എടുത്തതിന് ശേഷം നമ്മളുടെ ആ ഹെഡിൽ കുറച്ച് ഷാഡോ കിടക്കുന്നതാണ്. നമ്മൾ നേരത്തെ തന്നെ നമ്മൾ ക്രോപ്പ് ചെയ്തതിൻ്റെ ഒരു ചെറിയൊരു ഷാഡോ പോലൊരു സംഭവം നമ്മളത് നൈസായിട്ട് വളരെ ഇതൊന്നും ആക്കണം. നമ്മളെ ഹെയറൊക്കെ പോവും. അതുകൊണ്ട് വെറും ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്ത് ആ ഇറേസർ ടൂൾ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അതിനുശേഷം നമ്മളുടെ ചെയറിൻ്റെ ഭാഗത്തും ചെറിയൊരു ഷാഡോ കിടപ്പുണ്ട്. ഓക്കെ, കുഴപ്പമില്ല, നമ്മൾ ഇറേസ് ആയിപ്പോയതാണ്. നമുക്ക് റീസ്റ്റോർ ചെയ്യാൻ പറ്റും. റീസ്റ്റോർ ബട്ടൺ ഞെക്കിയാൽ മതി. ഓക്കെ, നമ്മൾ അതിനുശേഷം നമ്മൾ ഈ ജസ്റ്റ് നമ്മളുടെ ഈ ചെയറിൻ്റെ ആ ഇടയ്ക്കുള്ള ഒരു ചെറിയൊരു ഷാഡോ ഉണ്ട്. അതുകൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്യാം. ഇറേസർ എടുത്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് റിമൂവ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഓക്കെ, നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ വളരെ സൂക്ഷിക്കുക. ഇതുപോലൊക്കെ കയറിപ്പോയി കഴിഞ്ഞാൽ ഒരുമാതിരി നമ്മളുടെ പൊട്ടിപ്പൊളിഞ്ഞൊരവസ്ഥയായി പോകും. അതുകൊണ്ട് നമുക്കത് റീസ്റ്റോർ ചെയ്യാം. ഓപ്ഷനുണ്ട്. നമുക്ക് അഥവാ നമ്മളുടെ കൈ തട്ടിയിട്ട് ഇറേസർ ടൂൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇറേസ് ചെയ്ത ഭാഗം കയറി പോവുകയാണെങ്കിൽ നമുക്ക് റീസ്റ്റോർ എടുത്തിട്ട് അത് വരച്ച് കഴിഞ്ഞാൽ റീസ്റ്റോർ ആവുന്നതായിരിക്കും. ഓക്കെ, നമ്മളുടെ ഇമേജ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഒരു ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നേരെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.